പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിൻ്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 11 വാക്യം. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയുമാകും. പ്രിയ മക്കളെ, നമ്മൾ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നമ്മുടെ വിശപ്പടക്കി അസ്ഥികൾക്ക് ബലം നൽകി നടത്തുന്ന നല്ലൊരു ദൈവം. ഹല്ലേലൂയ. ജീവിതം വരണ്ട നിലമായാലും, അതായത് തരിശു ഭൂമിയായാലും, അതിനെ പരിശുദ്ധാത്മാവാകുന്ന വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ കൈകളെ ദൈവത്തിങ്കിലേക്കൊന്ന് ഉയർത്തുവാൻ തയ്യാറാണോ എങ്കിൽ നിറയ്ക്കുവാനും കർത്താപ്പച്ചൻ തയ്യാറാണ്. ഹല്ലേലൂയ. അസ്ഥികൾക്ക് ബലം നൽകി നടത്തുന്ന ദൈവം, അതായത് കലമാൻ പേടയ്ക്ക് തുല്യമായി മതിൽ ചാടി കടക്കത്തക്കവണ്ണം ബലം നൽകുന്ന ദൈവം, മരുഭൂമിയിൽ നീരുറവ തുറന്നു കൊടുക്കുന്ന ദൈവം. മതി യഹോവേ, എനിക്ക് മരിച്ചാൽ മതി, ഇനി ജീവിക്കേണ്ട എന്ന് പറഞ്ഞപ്പോഴും അവിടെയും ആവശ്യം പോലെ ഭക്ഷണം നൽകി ബലപ്പെടുത്തിയ ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ കർത്താവിന്റെ കരങ്ങളിലേക്ക്? ഹല്ലേലൂയ. എങ്കിൽ കർത്താവ് നമ്മെ വഴി നടത്തും. ഏതവസ്ഥയിലും നമ്മോട് കൂടെ ഇരിക്കുന്ന നല്ലൊരു പിതാവ്. ഹല്ലേലൂയ. നോക്കൂ, നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയുമാകും. ഹല്ലേലൂയ. നനവുള്ള തോട്ടം പോലെ, ഈ തോട്ടത്തിൽ നാം നട്ടതായ തൈയാണ്. നമ്മുടെ തോട്ടക്കാരൻ നമ്മുടെ കർത്താപ്പച്ചനാ പ്രിയ മക്കളെ. അതുകൊണ്ട് തക്ക സമയത്ത് വെള്ളവും വളവും ഒക്കെ നൽകി വേണ്ടും പോലെ അതിനെ വളർത്തുവാൻ തയ്യാറാ. ഹല്ലേലൂയ. അതെപ്പോഴും നനച്ചുകൊണ്ടിരിക്കുക. അതിന്റെ മൂട്ടിൽ എപ്പോഴും വെള്ളമുണ്ട്. ഹല്ലേലൂയ. ഒന്നിനും ഒരു കുറവുമില്ല. ഹല്ലേലൂയ. നമ്മുടെ തോട്ടക്കാരൻ നമ്മുടെ യജമാനനായതുകൊണ്ട് ഹല്ലേലൂയ അതിന്റെ വളർച്ചയ്ക്ക് ഒരു കുറവും വരില്ല. അതിന്റെ ഇല പച്ചയായി തന്നെ നിൽക്കും. ഹല്ലേലൂയ. കാരണമുണ്ടല്ലോ, വേണ്ടുന്നതെല്ലാം സമയത്ത് ലഭിക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മുടെ യജമാനൻ. ഹല്ലേലൂയ. നമ്മുടെ തോട്ടക്കാരൻ നമ്മുടെ കർത്താപ്പച്ചനാ. ഹല്ലേലൂയ. അതുകൊണ്ടാ വേണ്ടുന്നതെല്ലാം തക്ക സമയത്ത് ലഭിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടുന്നത് തക്ക സമയത്ത് നൽകി തരുന്ന അപ്പൻ. അതായത് പറയുന്നുണ്ടല്ലോ, എന്നിൽ വിശ്വസിക്കുന്ന അവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. കർത്താപ്പച്ചനിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നമുക്കറിയാം, യോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല, അതിന്റെ വേർ നിലത്തു പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ഹല്ലേലൂയ. പ്രിയരെ, നാം മരുഭൂമിയുടെ അവസ്ഥയിലാണെന്ന് പറയുമ്പോഴും നമ്മെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഉറപ്പുള്ള വേരായി, നനവുള്ളതായി, ഫലമുള്ളതാക്കി തീർക്കുവാൻ അപ്പൻ സഹായിക്കുകയും നമ്മോട് കൂടെ നിൽക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പലപ്പോഴും കൂടെ നിൽക്കാമെന്ന് പറയുന്ന കൂട്ടു സഹോദരങ്ങളെ ഹല്ലേലൂയ നമ്മെ വിട്ടുപോകുമ്പോഴും ഒരിക്കലും കൈവിടാതെ ചേർത്തു പിടിക്കുന്ന നല്ലൊരു പിതാവാ നമ്മോട് കൂടെയുള്ളത്. അതാ നമ്മുടെ തോട്ടക്കാരൻ, നമ്മുടെ യജമാനൻ, നമ്മുടെ അപ്പനാ. ഹല്ലേലൂയ. നോക്കൂ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മളെ ആറ്റരികത്താ നട്ടിരിക്കുന്നത്. ഒരു കേടും വരാതെ വണ്ണം, ഹല്ലേലൂയ, ഒരു വാട്ടവും തട്ടാതെ വണ്ണം ഹല്ലേലൂയ നമ്മെ ആക്കി തീർക്കുവാൻ നമ്മുടെ അപ്പച്ചൻ മെച്ചമായ രീതിയിലാണ് നമ്മെ ഓരോരുത്തരെയും വളർത്തിയെടുക്കുന്നത്. ഹല്ലേലൂയ. യഹോവയുടെ വചനത്തിൽ രാപ്പകൽ ആശ്രയിച്ച് നാം ആയിരിക്കുമ്പോൾ നമുക്ക് നനവുള്ളതായി തീരുവാൻ കഴിയും. കർത്താവ് നമ്മെ ഉണങ്ങിയ അവസ്ഥയെ കാണുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രിയ മക്കളെ, അത് പിഴുതെറിയുവാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പിശാചാ നോക്കുന്നത് പിഴുതെറിയുവാൻ, ഉണക്കിക്കളയുവാൻ, ഉള്ളത് നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ കർത്താവ് നമ്മെ നനവുള്ള തോട്ടമായി തീരുവാനും അനേകർക്ക്
വേദനകൾക്ക് ആശ്വാസമായി തീരുവാനും നമ്മെ എടുത്തു ഉപയോഗിക്കും. ഹല്ലേലൂയ. നാം തളർന്ന് നിരാശയിലാകുവാൻ നമ്മുടെ കർത്താപ്പച്ചൻ ഒരിക്കലും സമ്മതിക്കില്ല. അതായത് രോഗം വന്ന് ക്ഷീണിപ്പിക്കത്തില്ല. നമ്മുടെ ബലത്താൽ ഹല്ലേലൂയ അനേകർ തൃപ്തി പ്രാപിക്കത്തക്കവണ്ണം നമ്മെ എടുത്തു ഉപയോഗിക്കും. ആശ്വാസം നമ്മളിലൂടെ കണ്ടെത്തുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന് പറയുന്നത് പോലെ നമ്മളിലൂടെ അനേകർ ഹല്ലേലൂയ ഫലമുള്ളതായി തീരുവാൻ ഹല്ലേലൂയ ഇടയായിത്തീരും. ഒരിക്കലും വറ്റിപ്പോകാത്ത നീരുറവയിലേക്ക് കൊണ്ടെത്തിക്കുന്ന നല്ലൊരു പിതാവാണ് നമ്മോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. നോക്കൂ, ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞ ആ ഇടത്തു നിന്ന് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ അപ്പച്ചൻ എപ്പോഴും ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി തരുവാനാ നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്ന. ഹല്ലേലൂയ. നമ്മെ ശക്തീകരിക്കുകയും ബലമുള്ള കൈക്കീഴിൽ നമ്മെ വഹിക്കുകയും ചെയ്യുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും നീ ശരിയാകത്തില്ല, നന്നാകുകയില്ല എന്ന് പറഞ്ഞവരുടെ ആ വെല്ലുവിളിക്കുന്നവരുടെ ഇടയിൽ തന്നെ വറ്റിപ്പോകാത്ത നീരുറവയാക്കി തീർക്കുവാനും, അതായത് ആ നീരുറവയിൽ നിന്ന് അനേകർക്ക് ഹല്ലേലൂയ സാധിക്കത്തക്കവണ്ണം നമ്മൾ ഉപയോഗപ്രദമായി തീർക്കുവാനും നമ്മെ നമ്മുടെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. ഒരിക്കലും നമ്മളെ വറ്റിപ്പോകുവാനോ ഹല്ലേലൂയ ഇല്ലായ്മ ചെയ്യുവാനോ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനാൽ കഴിയാത്ത ഒരു കാര്യമില്ല. ഹല്ലേലൂയ. സകലവും സാധ്യമാക്കി തരുന്ന പിതാവിലാണ് നമ്മൾ ആശ്രയമാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നത്, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഒരിക്കലും നമ്മൾ നഷ്ടമാകുവാൻ, നമ്മുടെ കുടുംബത്തിലെ സ്ഥിതികൾ ഹല്ലേലൂയ ഒരിക്കലും നശിച്ചു പോകുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മളെ വളർച്ചയിലേക്ക്, ഉയരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനാ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. തളർന്നു പോകുന്ന അവസ്ഥകളെ, രോഗം വന്ന് നമ്മെ ക്ഷീണിപ്പിക്കുന്ന അവസ്ഥകളെ, നമ്മുടെ ഹല്ലേലൂയ അതായത് ശരീരത്തേക്ക് ഇല്ലായ്മ ചെയ്യുവാൻ പല രോഗങ്ങളും കടന്നു വരുമ്പോൾ, നമ്മെ ക്ഷീണിപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അവിടെയെല്ലാം ബലം നൽകി നമ്മെ ഉയർത്തും. ഹല്ലേലൂയ. നമ്മെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. ഹല്ലേലൂയ. ഈ ദിനങ്ങൾ കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം, കൈകൾ ഉയർത്താം, കർത്താവിലേക്ക് നമുക്ക് നോക്കാം. കർത്താവേ, അങ്ങേക്ക് കൊള്ളാകുന്ന നല്ലൊരു മകനായി, മകളാക്കി എന്നെ എടുക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നനവുള്ള തോട്ടം പോലെ, ഒരിക്കലും വറ്റിപ്പോകാത്ത നീരുറവ പോലെ എന്നെയും ആക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് ഏതെല്ലാം ഹല്ലേലൂയ ഉണങ്ങി വരേണ്ട അവസ്ഥയാണെങ്കിലും അതിനെ ഹല്ലേലൂയ തളിർപ്പുള്ളതാക്കി തീർക്കുവാൻ, പച്ച പിടിപ്പിക്കുവാൻ, അതിനെ നനവുള്ളതാക്കി തീർക്കുവാൻ, ഒരിക്കലും വറ്റിപ്പോകാത്ത രീതിയിലാക്കി തീർക്കുവാൻ എൻ്റെ അപ്പച്ചന് കഴിയും. കരങ്ങളിലേക്ക് ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ഇന്നത്തെ വചനം അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കണം. ഓരോ മക്കളോടും കർത്താവേ ഇടപെടണം, സംസാരിക്കണമേ, അനുഗ്രഹത്തിന് കാരണമാക്കണമേ. സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.